പല കാര്യങ്ങളും മൈഗ്രെയിൻ കാരണം ഒഴിവാക്കേണ്ടി വരുന്നുണ്ടോ? ഒരു പ്രൊജക്റ്റോ സെമിനാറോ പ്രസന്റ് ചെയ്യുക, ഓഡിയൻസിനെ ഫേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഒരു ഇമ്പോർട്ടൻ്റ് യാത്ര പോകുന്നതിന് തൊട്ട് മുൻപ്, എക്സാം, ഇന്റർവ്യൂ, അങ്ങനെ ലൈഫിലെ പ്രധാനപ്പെട്ട പല സമയങ്ങളിലും ചിലപ്പോൾ മൈഗ്രെയിൻ വരാം. പഠിക്കാൻ, ജോലി ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ, ഫ്രണ്ട്സിൻ്റെയോ വീട്ടുകാരുടെയോ ഒപ്പം കുറച്ച് സമയം ഇരിക്കാൻ, അവരോടൊപ്പം പുറത്തു പോവുക, ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവൻ നിസ്സാരമായ എന്തെങ്കിലും ആവും, പക്ഷെ അതൊക്കെ മൈഗ്രെയിൻ കാരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരെ കാണാം. റിപ്പീറ്റഡ് ആയി വരുന്ന മൈഗ്രെയിൻ കാരണം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് നിരാശ, സങ്കടം, നഷ്ടബോധം, ദേഷ്യം, ഇറിറ്റബിലിറ്റി, പിന്നീട് മൈഗ്രെയിൻ എപ്പോഴാ വരിക എന്നുള്ള പേടി, ആങ്സൈറ്റി, ഈവൻ ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസി എന്നിവയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും കാണാറുണ്ട്. സോ മൈഗ്രെയിൻ വരുമ്പോൾ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും അവർ വീക്ക് ആവും. ബിഗിനിങ് സ്റ്റേജിൽ ഇടവിട്ട് വരുന്ന തലവേദന അവഗണിക്കുന്നതും അതിനെ നിസ്സാരമായി കണ്ട് പെയിൻ കില്ലറോ തലവേദനയുടെ ടാബ്ലറ്റോ കഴിച്ച് സ്വയം ചികിത്സിക്കുന്നതും മൈഗ്രെയിൻ കൂടി വരാനും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കാരണമാവാം. റിപ്പീറ്റഡ് ആയി വരുന്ന തലവേദന എന്തുകൊണ്ടെന്ന് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യാം. ശരിയായ ട്രീറ്റ്മെന്റിലൂടെയും ലൈഫ് സ്റ്റൈലിലെ ചില മാറ്റങ്ങളിലൂടെയും മൈഗ്രെയിൻ ഫലപ്രദമായ രീതിയിൽ നിയന്ത്രിക്കാം. മൈഗ്രെയിനിന് വളരെ ഇഫക്റ്റീവായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. മൈഗ്രെയിനിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ.